നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളിയോടത്തിൽ പുഴ കടന്നെത്തിയ തേവർക്ക് തൃപ്പയാർ കിഴക്കേനടയിൽ രാജകീയ വരവേൽപ്പ് നൽകി. അരുതാത്ത ലഹരികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കിഴിപ്പള്ളിക്കര ജനകീയ സമിതി സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിച്ച ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകൻ ടി.കെ. വാസുദേവൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരം പുറപ്പാട് ചടങ്ങുകളുടെ ഭാഗമായുള്ള ഗ്രാമപ്രദക്ഷിണത്തിൽ തൃപ്പയാർ തേവർ നാട്ടിക രാമൻകുളത്തിൽ ആറാട്ട് നടത്തി. ദീപകാഴ്ചയും വർണ്ണമഴയും ഒരുക്കി നിരവധി ഭക്തജനങ്ങളാണ് തേവരെ സ്വീകരിക്കാനെത്തിയത്. വിപുലമായ സൗകര്യത്തോടെ പ്രസാദഊട്ടും ഭക്തർക്കായി സംഘാടകർ ഒരുക്കിയിരുന്നു. തുടർന്ന് തൃപ്പയാർ സെന്ററിൽ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും തേവർക്ക് വരവേൽപ്പ് നൽകി. തുടർന്ന് ഇല്ലങ്ങളിൽ പൂരവും സമുദായ മഠം പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. പള്ളിയോടത്തിൽ പുഴ കടന്നെത്തിയ തേവർക്ക് തൃപ്പയാർ കിഴക്കേനടയിൽ രാജകീയ വരവേൽപ്പ് നൽകി. സരയൂ തീരത്തെ മണ്ഡപത്തിൽ ഇറക്കി പൂജയും ആചാരവെടിയും വർണ്ണമഴയും നടന്നു. തുടർന്ന് 3 ആനകൾ അണിനിരന്ന നടയ്ക്കൽ പൂരത്തിന് പഞ്ചവാദ്യവും പാണ്ടിമേളവും അകമ്പടിയായി. പറയെടുപ്പിന് ശേഷം ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പള്ളി മനകളിലെത്തി. തുടർന്ന് ഉണ്ണിമാറിമംഗലം ദേവീക്ഷേത്രം, കൊട്ടാരപ്പറമ്പ്, കൂടോത്ത് ക്ഷേത്രം, ജ്ഞാനപ്പള്ളി മന, കുന്നത്ത് മന എന്നിവിടങ്ങളിലേക്ക് പുറപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ
കുട്ടംകുളത്തെ ഇറക്കി പൂജയും ആറാട്ടും കഴിഞ്ഞ് തിരികെ ക്ഷേത്രത്തിലെത്തുന്ന തേവർ വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ തന്ത്രി ഇല്ലത്തേക്ക് പുറപ്പെടും. ആമലത്ത് പടിക്കൽ നിയമവടി കഴിഞ്ഞ് ചെറുമുക്കുമന, പായ്ക്കാട് മന എന്നിവിടങ്ങളിലെ പറകൾ സ്വീകരിച്ച് പടിഞ്ഞാറേ മനയിലെത്തി തന്ത്രി ഇല്ലത്ത് ഇറക്കിപ്പൂജ, ചെമ്പിലാറാട്ട് എന്നിവയുണ്ടാകും. തന്ത്രി ഇല്ലത്തെ ചടങ്ങുകൾക്ക് ശേഷം ബുധനാഴ്ച വൈറ്റ്ലാശ്ശേരിയിലെ നിയമവടിയും കഴിഞ്ഞ് ആവണങ്ങാട്ടിലെ പറ സ്വീകരിച്ച് മുരിയാകുളങ്ങര ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി മീൻ പിടിച്ച് തൃപ്പയാർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി ദേവസംഗമത്തിന് നെടുനായകത്വം വഹിക്കാൻ ആറാട്ടുപുഴയിലേക്ക് പുറപ്പെടും. SN സമാജം എടമട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ലക്ഷദീപ സമർപ്പണം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ചടങ്ങിൽ സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ഖജാൻജി രഞ്ജൻ എരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, പ്രദീപ് തോട്ടുപുര, ഷാജഹാൻ കാരയിൽ തെക്കൂട്ട്, സുമേഷ് എരണേഴത്ത്, ലക്ഷദ്വീപ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വേളക്കാട്ട്, കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ ഏറാട്ട്, വനിതാ ചെയർപേഴ്സൺ സുനിത കെ വീഷ് ചക്കമാട്ടിൽ, വനിതാ കൺവീനർ സജിത സുഭാഷ് നെടിയിരിപ്പിൽ, കോർഡിനേറ്റർമാരായ സുരേഷ് പുല്ലാട്ട്, ത്യാഗരാജൻ കാരയിൽ തെക്കൂട്ട്, അശ്വിൻ വാഴപ്പുള്ളി, ജിജിൻ മച്ചിങ്ങൽ, ക്ഷേത്രം മേൽശാന്തി സന്ദീപ്, വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ലക്ഷദ്വീപ് കമ്മിറ്റി അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, മറ്റു ശാന്തിമാർ, നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. കിഴിപ്പള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. അരുതാത്ത ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന ആപ്തവാക്യവുമായാണ് ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് എഴുമാവിലെ മനുഷ്യച്ചങ്ങല ശ്രദ്ധേയമായിട്ടുള്ള ക്യാമ്പയിനായിരുന്നു. ഒരു കിഴിപ്പള്ളിക്കര ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അതിൽ കണ്ണികളായി എന്നുള്ളതാണ് ആ ക്യാമ്പയിൻ്റെ പ്രത്യേകത. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ കിഴിപ്പള്ളിക്കരയിലെ ജനങ്ങൾ മുഴുവൻ അണിനിരക്കാൻ തയ്യാറായി വന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇങ്ങനെയൊരു ജനകീയ സമിതിക്ക് രൂപം കൊടുക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ സർക്കാർ തലത്തിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. ലഹരി വിരുദ്ധ ദിനങ്ങളിൽ നടത്തുന്ന പ്രതിജ്ഞകളും അതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ നടക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം അതിൻ്റെ ചിട്ടപ്പടി പ്രവർത്തനങ്ങളായി നടന്നു പോകുമ്പോഴും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് സമൂഹത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതിൻ്റെ അനുഭവങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ, വർത്തമാന കാലങ്ങളിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും പത്രവാർത്തകളിലും ഒക്കെ കണ്ടുവരുന്ന. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരം MM അർജുൻ കിക്ക് ഓഫ് ചെയ്തു. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. കൺവീനർ TV ദിബു, വാർഡ് മെമ്പർ CL ജോയ്,
സ്കൂൾ PTA പ്രസിഡന്റ് VA അസീസ്, PM ഹബീബുള്ള, ജനകീയ സമിതി ട്രഷറർ ഗോകുൽ കൃഷ്ണ V എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് ഫെലോഷിപ്പ് നേടിയ മുരളീധരൻ കോട്ടാമലിനെ ജനകീയ സമിതി ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ക്യാമ്പിന് KC സനീഷ്, സ്വാലിഹ് ഹബീബ്, PK ചന്ദ്രശേഖരൻ, ബഷീർ ബാവ, അബിൻ കൃഷ്ണ, ഘനശ്യാം, വൃന്ദ ജയലാൽ, സുജിത ജോഷി എന്നിവർ നേതൃത്വം നൽകി. മെയ് 11 ക്യാമ്പ് സമാപിക്കും. സംവിധായകൻ TK വാസുദേവൻ അന്തരിച്ചു. സിനിമ സംവിധാനത്തിന് പുറമെ നടനും കലാസംവിധായകനും നർത്തകനുമൊക്കെയായി 1960കളിൽ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു. രാമു കാര്യാട്ടിന്റെ ചെമ്മീൻ സിനിമയിൽ പ്രധാന സംവിധാന സഹായിയായിരുന്നു. രാമു കാര്യാട്ട്, KS സേതുമാധവൻ തുടങ്ങിയ മുൻനിര സംവിധായകരോടൊപ്പം 100ഓളം സിനിമകളിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പണിതീരാത്ത വീട്, കന്യാകുമാരി, രമണൻ, മയിലാടുംകുന്ന് തുടങ്ങിയവയാണ് അദ്ദേഹം പ്രവർത്തിച്ച മറ്റ് സിനിമകൾ. MGR, കമൽഹാസൻ, സത്യൻ, പ്രേം നസീർ, തകഴി, സലിൽ ചൗധരി, വയലാർ തുടങ്ങിയ പ്രഗത്ഭരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അന്തിക്കാട് തണ്ടേയ്ക്കൽ കുടുംബാംഗമാണ്. ഭാര്യ പരേതയായ മണി, മക്കൾ ജയപാലൻ, പരേതയായ കൽപ്പന, മരുമക്കൾ അനിൽകുമാർ, സുനിത. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ TK വാസുദേവന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. സംവിധായകരായ സത്യൻ അന്തിക്കാട്, ഷൈജു അന്തിക്കാട്, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, നാട്ടിക MLA CC മുകുന്ദൻ തുടങ്ങി നിരവധി പേർ അന്തിക്കാട് കാളിച്ചാത്തൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൃത്തല്ലൂർ വെസ്റ്റ് കടപ്പുറം LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലേക്ക് PB സുനിൽകുമാർ നവീകരിച്ചു നൽകിയ ഊണുമുറിയുടെ സമർപ്പണവും നടത്തി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് KS ദീപൻ പനക്കപ്പറമ്പിൽ അയ്യപ്പൻ സ്മാരക എൻഡോമെന്റ് വിതരണം നടത്തി. പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻ AA ജാഫർ പ്രതിഭകളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം AT ഷെബീർ അലി, സോമനാഥൻ ചാളിപ്പാട്ട് സ്മാരക കായിക അവാർഡുകൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് രേഷ്മ സുമേഷ് പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു. VM ലേഖ കരാത്തെ വിദ്യാർത്ഥികളുടെ ബെൽറ്റ്, സർട്ടിഫിക്കറ്റ് എന്നിവ വിതരണം നടത്തി. പ്രധാനാധ്യാപിക TS രശ്മി, മാതൃസംഗമം പ്രസിഡന്റ് അശ്വതി ഷാജി, യൂത്ത് ലീഗ് ലൈബ്രറി സെക്രട്ടറി വിനോദൻ ചാളിപ്പാട്ട്, സുഷിൽ ചന്ദ്രബോസ്, അധ്യാപക പ്രതിനിധി ജോസി PJ, സ്കൂൾ ലീഡർ ആയിഷ VU, സ്റ്റാഫ് സെക്രട്ടറി രേഖ TR, സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപിക VM ലേഖ, പാചക തൊഴിലാളി AK അമ്മിണി എന്നിവർ സംസാരിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം അഡ്വക്കേറ്റ് PA സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സജീഷ് CS അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TH അബ്ദുൾ അസീസ് മുഖ്യാതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെയർമാൻ KP ജയചന്ദ്രൻ, സോവനിയർ കമ്മിറ്റി എഡിറ്റർ ജോഷി ചാളിപ്പാട്ട്, കവയത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ മെഹറുനിസ ബഷീർ, യുവകവി ജിനൻ ചാളിപ്പാട്ട്, AM നിയാസ്, PS സാജിദ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സുവനീറിന്റെ മുഖചിത്രം പ്രകാശനം ചെയ്തു. തൃത്തല്ലൂർ വെസ്റ്റ് ഉത്സവ കമ്മിറ്റി നവീകരിച്ച് നൽകിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ സമർപ്പണവും ഫുഡ് ഫെസ്റ്റ് മത്സരവും നടന്നു. തൃത്തല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാടനപ്പള്ളി പഞ്ചായത്തിലെ ക്ഷീരകർഷകർക്ക് പരിശീലന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ തൃത്തല്ലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വളരെ വിശദമായിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് പല നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊക്കെ തന്നെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. വളരെ ചെറിയ അറിവ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവർ കൊടുക്കുന്ന സമയത്തിന് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ആ രീതികളൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഡോക്ടർ വളരെ വിശദമായി തന്നെ പറയും. നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ പലരും സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ അത്യാവശ്യമുള്ള ക്ലാസ്സാണ്. പശുവിനെ വളർത്തുന്ന ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഇത് എങ്ങനെ ലാഭകരമാക്കാം, അല്ലെങ്കിൽ ആ പശുവിൻ്റെ ആരോഗ്യത്തിന് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ കാലാവസ്ഥയുടെ കാര്യങ്ങൾ അതൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ കർഷകർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു രീതി വരുള്ളൂ. ബേബി രതീഷ് അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ ചന്ദ്രകാന്ത് കർഷകർക്ക് ക്ലാസ് എടുത്തു. വസന്തമണി, KS അശ്വതി, ശശിധരൻ പെരുമ്പായിൽ, ദിനേശ് പാക്കത്ത്, സുനിൽ ആലുക്കത്തറ, TC ബാബു, VS ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് കാൽസ്യം പൗഡറുകളും വിവിധതരം പ്രതിരോധ മരുന്നുകളും വിതരണം ചെയ്തു. തൃപ്പയാർ P ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഗായകനുള്ള പ്രഥമ അവാർഡ് മധു ബാലകൃഷ്ണന്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കല്ലറ ഗോപൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്.
ജനകീയ സൗഹൃദവേദി സംഘടിപ്പിക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവാർഡ് നൽകും. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് അവാർഡ്. ഏപ്രിൽ 16 വൈകിട്ട് 7 മണിക്ക് അവാർഡ് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ചെയർമാൻ മധു ശക്തിധര പണിക്കർ, ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, കോർഡിനേറ്റർ ജയചന്ദ്രൻ വലപ്പാട്, ട്രഷറർ പ്രീതി പ്രേമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വരുന്ന ഏപ്രിൽ 16 തീയതി ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വേദിയിൽ വെച്ചിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ മലയാളികളുടെ അഭിമാന ഗായകനായ മധു ബാലകൃഷ്ണന് സമർപ്പിക്കുക. ഇടവേള. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാമെന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, കീം, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പൊള്ളി സാറുമാരും ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം കാളമുറിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച 4 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ കാളമുറി സെന്ററിന് വടക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കണ്ണൂർ സ്വദേശികളായ മേരിക്കുട്ടി, ആന്റണി, ജോയൽ, കെവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ CK ചന്ദ്രപ്പൻ സ്മാരക പുരസ്കാര സമർപ്പണം തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ വെച്ച് നടന്നു. പൊതുരാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള CK ചന്ദ്രപ്പൻ സ്മൃതി അവാർഡ് CC മുകുന്ദൻ MLAക്ക് സമ്മാനിച്ചു. K രാധാകൃഷ്ണൻ MP പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നിയമസഭാ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇടപെടുകയും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എങ്ങനെ നിയമസഭയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതിലേക്ക് ചിന്ത പ്രചരിക്കുകയാണ്. സംഭാഷണം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നല്ല ജനപ്രതിനിധികളാണ്. അതായത് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നല്ലപോലെ നിറവേറ്റുകയില്ല.
ആ കാര്യത്തിൽ നമ്മുടെ മുൻതരണം അതുപോലെ ട്രേസിംഗ് മാഷെല്ലാം തന്നെ വലിയ സംഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ ആദരിക്കപ്പെടുന്നത്. അവരെല്ലാവരും അംഗീകരിക്കും. നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുകയും അതിന് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യുന്നു. എത്ര പരിഹാരം കണ്ടാലും പിന്നെയും ബാക്കി ഉണ്ടാകും എന്ന കാര്യം യാതൊരു സംശയമില്ല. ഓരോന്ന് കഴിയുമ്പോഴാണ് ഓരോന്ന്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനത്തിനായി നിയമസഭയിലും പുറത്തും ജനകീയ ഇടപെടൽ നടത്തിയ ജനപ്രതിനിധിയാണ് സി മുകുന്ദൻ MLA എന്ന് അവാർഡ് സമർപ്പിച്ചതിന് ശേഷം കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കലാസാംസ്കാരിക രംഗത്ത് സംവിധായകൻ സിദ്ദിഖ് ഷമീർ, അധ്യാപന രംഗത്ത് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും NSS പ്രോഗ്രാം ഓഫീസറുമായ ശലഭ ജ്യോതിഷ്, കൊടുങ്ങല്ലൂർ ബോയ്സ് HSലെ KG പ്രിയ, സാമൂഹിക സേവന രംഗത്ത് ദിവ്യ അബീഷ്, ആരോഗ്യ രംഗത്ത് ജില്ലാ ജനറൽ ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ അഫിൻ ഫാത്തിമ, ഭിന്നശേഷി മേഖലയിലെ പരിശീലകൻ പെപ്പിൻ ജോർജ്, തീരദേശ മേഖലയിൽ നിന്നും CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീലക്ഷ്മി PV എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മണപ്പുറം വയോജന ക്ഷേമസമിതി പ്രസിഡന്റ് ലാൽ കച്ചില്ലം അധ്യക്ഷനായി. കൈപ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ, CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ശശിധരൻ, CPI നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജനതാദൾ S പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ, കോൺഗ്രസ് S പ്രതിനിധി MK വസന്തൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ഷിനിത ആഷിഖ്, KS മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കരിനിയമങ്ങൾ കൊണ്ടും അവഗണന കൊണ്ടും ധീവര സമുദായത്തെ തകർക്കാമെന്ന് കരുതേണ്ടെന്ന് മുൻ MLA V. ദിനകരൻ പറഞ്ഞു. ധീവരസഭ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ V. ദിനകരൻ. 50 വർഷത്തെ കഥ പറയുമ്പോൾ ഈ സഭയുടെ പിൻകാല പ്രവർത്തകരെ നമുക്ക് മറക്കാൻ പറ്റില്ല. NK സുകുമാരൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. CPP ദിവാകരൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ശ്രീ UV മാധവൻ മാസ്റ്റർ സംസ്ഥാന ട്രഷററായിരുന്നു. ശ്രീ AK പീതാംബരൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുപോലെ നിരവധി നേതാക്കൾ താലൂക്കിലും ജില്ലയിലുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഒഴിക്കുന്ന നിരവധി നേതാക്കന്മാർ നമ്മളെ വിട്ടുപിടിക്കുന്നുണ്ട്. അവരുടെയൊക്കെയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നത്. ഈ കാണുന്ന തരത്തിൽ ഈ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഞാൻ ഓർക്കുന്നു, മുൻപൊക്കെ നമ്മൾ കാസർഗോഡ് നിന്ന് വാഹനജാഥ പുറപ്പെട്ടാൽ തൃശ്ശൂർ ജില്ലയിൽ വരുമ്പോൾ തിരുവത്ര എടക്കഴിയൂർ ഭാഗത്ത് നിന്നാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ വഴിയിൽ ആഘോഷമുണ്ടായി. ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷനായി. PV ജനാർദ്ദനൻ, ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, PN ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി എന്നിവർ സംസാരിച്ചു. രാവിലെ വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് UB മണികണ്ഠൻ, ദിവാകരൻ കുറുപ്പത്ത്, KK ജയൻ, UK രാധാകൃഷ്ണൻ, ജോഷി ബ്ലാങ്ങാട്ട്, മണി കാവുങ്ങൽ, AK വെങ്കടേഷ്, കാർത്തികേയൻ കുന്നുങ്ങൽ, UM സുബ്രഹ്മണ്യൻ, വേണുവെണ്ണറ, UA ഉണ്ണികൃഷ്ണൻ, EK ദാസൻ, KK പുഷ്കരൻ, KV റോഷിനി ടീച്ചർ, മണി ഉല്ലാസ്, NR പ്രകാശൻ, സരിത ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പ്രസിഡന്റായി KV തമ്പിയെയും ജില്ലാ സെക്രട്ടറിയായി TV ശ്രീജിത്തിനെയും ട്രഷററായി AK വെങ്കടേഷിനെയും വൈസ് പ്രസിഡന്റായി കാർത്തികേയൻ കുന്നുങ്ങലിനെയും തെരഞ്ഞെടുത്തു. AM സുഗതൻ റിട്ടേണിംഗ് ഓഫീസറായി. കരയാമുട്ടം UP സ്കൂളിൽ 100ാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ നിയോജകമണ്ഡലത്തിൽ നമുക്ക് ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഒട്ടനവധി സ്കൂളുകൾക്ക് നമ്മുടെ സർക്കാരിൻ്റെ അംഗീകാരം അല്ലെ ഒരു കയ്യൊപ്പ് നമ്മുടെ മണ്ഡലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ സ്കൂളിൻ്റെയും അതുപോലെ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊന്നും ഏകദേശം ഞാൻ അവിടെ മുമ്പിൽ 2 വാക്ക് പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ പരിശോധിച്ച് പോരുമ്പോൾ 13.5 കോടി രൂപയാണ് ഈ 4 വർഷം കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വികസനമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ കഴിയും. പല രീതികളുണ്ട്. അതുപോലെ സ്കൂളിനും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന് ആവശ്യമായ പഠനത്തിനാവശ്യമായ ഡെസ്ക്, ബെഞ്ച്,
തുടങ്ങിയ പല കാര്യങ്ങളും നമ്മുടെ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ആശയം ചെറിയ കുട്ടികൾക്ക് വർണ്ണകൂടാരം എന്ന് പറഞ്ഞുള്ള പദ്ധതി സർക്കാർ നേരിട്ട് നടപ്പാക്കാം. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സുവനീർ ഓർമ്മക്കിനാവുകൾ അനിൽ മേത്യുവും ജയലക്ഷ്മി അനിലും ചേർന്ന് വലപ്പാട് SHO MK രമേശിന് നൽകി പ്രകാശനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയായ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി മെമ്പർമാർ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി സാന്ദ്ര TSഉം സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയതിനുള്ള ട്രോഫി അമ്നയും ഏറ്റുവാങ്ങി. മാനേജർ ദിലീഷ് തയ്യിൽ സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക M സിന്ധു, സീനിയർ അസിസ്റ്റന്റ് നോഫ്, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, മെമ്പർമാരായ ജ്യോതി രവീന്ദ്രൻ, അനിത ത്രിദീപ് കുമാർ, വലപ്പാട് AEO KV അമ്പിളി, NS സജീവ്, സ്കൂൾ പ്രതിനിധി MB സുനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി നിത VH എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു. കാതിക്കോട് ജവഹർ സ്മാരക ലൈബ്രറിയും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും തൃശൂർ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി ലഹരിക്കെതിരെ വിമുക്തി ഏകദിന പ്രാദേശിക വെറ്ററൻസ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സണും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറുമായ PM ജദീർ വിഷയാവതരണം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗം OS ഷെരീഫ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സരിത രവീന്ദ്രൻ മുഖ്യാതിഥിയായി. ജവഹർ സ്മാരക വായനശാല സെക്രട്ടറി നൌഷാദ് സ്പീഡ്വേ, വൈസ് പ്രസിഡന്റ് TA ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം വോളി ക്ലബ്ബ് 1ാം സ്ഥാനവും കാതിക്കോട് ജവഹർ വോളി ക്ലബ്ബ് 2ാം സ്ഥാനവും നേടി. വലപ്പാട് കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾക്ക് കളമ്പാട്ടോടെ തുടക്കമായി. രാവിലെ വിശേഷൽ പൂജകൾക്ക് ശേഷം ഗുരുമുത്തപ്പനും ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്കും വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്കും കളമ്പാട്ടും കളത്തിൽ നൃത്തവും നടന്നു. ഊരകം ഷാജൻ നേതൃത്വം നൽകി. വിശേഷൽ പൂജകൾക്ക് NS പ്രജീഷ് ശാന്തി വലപ്പാട് കാർമ്മികത്വം വഹിച്ചു. സജീവ് ശാന്തി സഹകാർമ്മികനായിരുന്നു. 7-ാം തീയതി ദേവിമാർക്ക് രൂപക്കളവും 8-ന് അഷ്ടനാഗക്കളവും 9-ാം തീയതി പ്രതിഷ്ഠാദിന കലശങ്ങളും എഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ KV രാമചന്ദ്രൻ, സുരേഷ് KB, ബൈജു KD, സത്യാനന്ദൻ, KK കാളിദാസ്, ബിനീഷ് KP, KV ജയപ്രകാശൻ, ഷിനോജ് ഘട, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ശ്യാം NP എന്നിവർ നേതൃത്വം നൽകി. അവനായിരിക്കുന്നു അച്ഛനെ കൊല്ലുവാനും കുലമെടുത്തുവാനും എടുത്തുതില്ലെന്ന് പറഞ്ഞ നേരത്ത് ആയതിനെ കാണുന്ന നേരത്ത് അച്ഛൻ പരമശിവനും പറഞ്ഞു, അല്ലയോ മക്കളെ, നിങ്ങളെ ഞാൻ തോറ്റി വിളിച്ചത് എന്നെ കൊല്ലുവാനും കുലമെടുത്തുവാനുമല്ല, അമ്മ പാർവതി മാതായിരിക്കുന്നു. ദക്ഷയാഗത്തിന് മഴയാകിരി വഴി പോയല്ലോ ദക്ഷന്മാരവനാ. ഏങ്ങണ്ടിയൂരിനെ ലഹരി വിമുക്തമാക്കുന്നതിനായി 1 വർഷം നീണ്ടു നിൽക്കുന്ന തീവ്ര യജ്ഞ പരിപാടിക്ക് തുടക്കമായി. ഏകദിന ശില്പശാല വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ രമേശ് MK ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് OK പ്രൈസൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, സൊലസ് ഫൗണ്ടർ ഷീബ അമീർ, ഫാഷൻ ഡിസൈനർ റിയ ഇഷ, സിനിമാ താരങ്ങളായ നൌഷാദ് അലി, റോമ വശ്വാനി, ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ സാബു അനിൽകുമാർ പണിക്കശ്ശേരി, സജി ഏളാണ്ടശ്ശേരി, ഡോക്ടർ KB സനൽകുമാർ, സത്യകാമൻ മാട്ടുമ്മൽ, ലോല നിജീഷ്, സുനി പത്മനാഭ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ്, സെൽഫ് ഡിഫൻസ് കരാട്ടെ പ്രദർശനം, കളരിപ്പയറ്റ്, അബാക്കസ് പരിശീലനം, സുംബ പരിശീലനം, കിഡ്സ് BLS അംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. ഇടവേള. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ.
ഈ ഫെസ്റ്റിവൽ സീസണിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന് എമ്പുരാൻ കാണണം, കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ, സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ, ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ, കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ, പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ, 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ, കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ, ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ, ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും, മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. നടിക ബീച്ച് ശ്രീ ആരിക്കരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷൽ പൂജകൾക്ക് ശേഷം മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പ്, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. വൈകിട്ട് 4 മണിക്ക് പകൽപൂരത്തിന് കൊമ്പൻ വിനയശങ്കർ ഭഗവാന്റെ തിടമ്പേറ്റി. ആസ്ഥാന വിദ്വാൻ പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളം അകമ്പടിയേകി. ദീപാരാധന, വർണ്ണമഴ, തിരുവാതിരക്കളി, തായമ്പക, താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായി.
ക്ഷേത്രാഘോഷ ചടങ്ങുകൾക്ക് തന്ത്രി CS സന്തോഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി യാദവ്, അനന്തു എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ, ജോയിന്റ് സെക്രട്ടറി PB രണൻ, ട്രഷറർ AS ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി നിർവഹണവും നികുതി പിരിവും 100% പൂർത്തീകരിച്ചു. നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു കേക്ക് മുറിച്ച് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, ഹേന രമേശ്, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ് മറ്റുദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥരുമെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ മത്സര ബുദ്ധിയോടുകൂടി തന്നെ ആണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്ലാനിംഗ് കൈകാര്യം ചെയ്യുന്ന വിദ്യ, അതുപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടുള്ള LSTDയിലെ സെക്ഷനിലുള്ള എസംപുരം ഹോണസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടത്തി. മതിലകം SI രമ്യ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമായിരിക്കും അവരുടെ വിധി. അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞാലും ഇനിയിപ്പോ നിങ്ങൾ ചിലപ്പോ നമ്മളറിയാണ് നമ്മളുടെ മകനോ അല്ലെങ്കിൽ മകളോ അറിയാതെ ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്നൊരു ബാഗിൽ നിന്ന് ചെറിയൊരു പാക്കറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിപ്പോയിന്ന് അറിയാതെ നിങ്ങളത് കണ്ട് ഭയങ്കര ടെൻഷനായി ബഹളം വെച്ചു, കുട്ടിയെ കുറെ ചീത്ത പറഞ്ഞു, തല്ലി അടിച്ചു. അതൊന്നും വേണ്ട. നമ്മളത് ശാന്തമായിട്ട് തന്നെ നേരിടാം. നമുക്ക് അങ്ങനെ കിട്ടിയാല് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അതിലകപ്പെട്ടു നമുക്ക് തോന്നിയാല് ഉടനെ നിങ്ങളത് ഇനി അടുത്ത സ്റ്റെപ്പിന് അത് മാറ്റിയെടുക്കാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കാം. പോലീസിനെ അറിയിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അറിഞ്ഞാൽ ഒരു പാരന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേസെടുക്കുകയോ നിങ്ങളുടെ മകനെ ജയിലിൽ വിടുകയോ നമ്മൾ ചെയ്യില്ല. നമ്മൾ ആദ്യം ശ്രമിക്കുക ആ കുട്ടിയെ രക്ഷപ്പെടുത്താന്നുള്ളത്. അവനെ ആദ്യം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ അവന് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം. നല്ല രീതിയിൽ അവനെ നമുക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. രക്ഷാധികാരി TK വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു, അസോസിയേഷൻ പ്രസിഡന്റ് MK തിലകൻ, TV ബാബുരാജ്, TK നാരായണൻ, അജിതൻ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലിയും സംഗമവും നടത്തി. അഴീക്കോട് നിന്നും ചന്ദ്രാപിനിയിൽ നിന്നും ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലി മതിലകത്ത് സമാപിച്ചു. മതിലകം OLF ഗേൾസ് സ്കൂളിൽ നടന്ന സംഗമം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ചെയർമാനുമായ P പവിത്രൻ അധ്യക്ഷനായി. ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ, മതിലകം SHO MK ഷാജി, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് അംഗം OA ജെൻറിൻ, MR സച്ചിദാനന്ദൻ, മുബാറക് എന്നിവർ സംസാരിച്ചു. ഇതിൽ ബോധപൂർവമുള്ളൊരു പ്രശ്നമുള്ളതെന്ന് തന്നെ നമ്മൾ കണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മുടെ യുവതലമുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യുവതലമുറയിൽ നിന്ന് അനങ്ങാതിരുന്നാൽ നാം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എല്ലാവരും വഴിമാറി ചലിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധമാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. ഒരിക്കൽ നമ്മൾ ഇതുപോലെ ചെയ്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ
ലയൺസ് ക്ലബ്ബ് 318D റീജിയണൽ 1ന്റെ നേതൃത്വത്തിൽ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഭാരത വിദ്യാമന്ദിറിൽ നടന്ന പരിപാടി റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോണ്. നമ്മുടെ ലയൺ ലീഡേഴ്സ് നമ്മുടെ സമൂഹത്തിൽ തന്നെ ധാരാളം സേവനങ്ങൾ ചെയ്ത ലയൺ മെമ്പേഴ്സിനെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇനിയും നമ്മുടെ റീജിയൻ മുന്നോട്ട് വരട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ വേണം. എൻ്റെ പല പല ചെറുകളായിട്ട് പല പല തലകളായിട്ട് നിങ്ങൾ വേണം. ഈ സമയത്ത് 1-2 പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമായിട്ട് മാറും. എൻ്റെ ക്ലബിലെ ലയൺ സുദർശൻ ബാക്ക് ബോണായിട്ട് പ്രവർത്തിച്ച സുദർശനെ ഇവിടെ ഓർക്കാതെ വയ്യ. വേറെ ഈ സ്കൂളും എല്ലാ സൗകര്യങ്ങളും വിട്ടു തന്ന ഞങ്ങളുടെ വൽപ്പാട് ക്ലബിലെ അജിത് പ്രസാദ് മാഷ് കഴിഞ്ഞ 3 വർഷങ്ങളായി. സമാപന സമ്മേളനവും സമ്മാനദാനവും ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക് ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ ചെയർപേഴ്സൺ രശ്മി കണ്ണൻ, സോൺ ചെയർപേഴ്സൺ വ്യാസബാബു, സോൺ 1 ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ AA ആന്റണി, RM സക്കറിയ, വിൻസൻ ഇലഞ്ഞിക്കൽ, MN നസീർ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബ് 1ാം സ്ഥാനവും വലപ്പാട് ലയൺസ് ക്ലബ്ബ് 2ാം സ്ഥാനവും തൃപ്യാർ ലയൺസ് ക്ലബ്ബ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നാടാകെ ചൊല്ലണ് നാട്ടാര് ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്നു കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ. നാട്ടിക SN ട്രസ്റ്റ് NSS വിദ്യാർത്ഥികൾ സ്കൂൾ ജീവനക്കാരിയായ ദമയന്തി അമ്മയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീട്ടിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം വരച്ച പൂർവ്വ വിദ്യാർത്ഥി അതുൽ. ഒരുപാട് അന്നം വിളമ്പിയ അമ്മയുടെ വീടിന്റെ ചുമരിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിച്ചു. മുൻ NSS വോളണ്ടിയർ കൂടിയ അതുലിന് സഹായികളായി ഫാഷൻ ഡിസൈനറായ PT ശരത്, അമലു രഘുനാഥ് എന്നിവരും ഉണ്ടായിരുന്നു. NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, MJ ബിന്ദു, എഞ്ചിനീയർ സുധീർ എരണേഴത്ത് എന്നിവരും അതുലിനും കൂട്ടുകാർക്കും സഹായവുമായി കൂടെ ഉണ്ടായിരുന്നു. ദമയന്തി അമ്മ ഇവർക്ക് മധുരം നൽകിയാണ് യാത്രയാക്കിയത്. എൻ്റെ വക എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ എന്നേക്കാൾ കഴിയുന്നത്, കാരണം ഇപ്പോൾ ജോലിയുള്ള കാര്യം എനിക്കൊന്ന് അധികം ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റുന്ന സമയം കൊണ്ട് എൻ്റെ രചന എന്ന് പറഞ്ഞൊരു ചിത്രരചനയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റി. അപ്പോൾ ശരത് ടീച്ചർ ഇതിനൊരു സാഹചര്യം ഒരുക്കി തന്നതിന് ടീച്ചറോട് നന്ദി പറയുന്നു. 28ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി തീരദേശ പദയാത്ര വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ വികാരി ഫാദർ ജെൻസ് തട്ടിലിന്റെ നേതൃത്വത്തിൽ നടത്തി. ഞായറാഴ്ച രാവിലെ 5:30 ദേവാലയാങ്കണത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചു. വലപ്പാട് മുതൽ പാലയൂർ വരെയായിരുന്നു തീർത്ഥാടകരുടെ വിശ്വാസയാത്ര. വലപ്പാട് പൂതംവീട്ടിൽ ദുർഗാ ഭഗവതി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, കാഴ്ചശീവേലി, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പകൽപൂരം, പറയെടുപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ, തിരുവാതിരക്കളി, തായമ്പക, ഭദ്രകാളിക്ക് കളം, ഗുരുതി തർപ്പണം, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഷാഡൂലിൽ ടീം ഫ്രണ്ട്സ് കനാല സംഘടിപ്പിക്കുന്ന 40 ദിവസത്തെ സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് NS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി സിബ ദേവ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV രാജേഷ് മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. TS ഷാജി, K നന്ദകുമാർ, ഫുട്ബോൾ ക്യാമ്പിന്റെ പരിശീലകൻ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക പുരോഹിതരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കീഴ്പള്ളിക്കര ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഹെൽത്ത് സെന്റർ സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. PB അനിൽ അധ്യക്ഷനായി. PS ബിബിൻ, ഷൈനി ബാലകൃഷ്ണൻ, PR സുരേന്ദ്രനാഥ്, സതി ജയചന്ദ്രൻ, സീനത്ത് മുഹമ്മദ് അലി, KK ചന്ദ്രശേഖരൻ, TV പ്രദീപ് കുമാർ, KS ഷൈജു, KA ബാബു, AB സുധ, TG സ്മൈജോ, CB സുരേഷ്, ഷൈൻ നമ്പനത്ത് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിയോടത്തിൽ പുഴ കടന്നെത്തിയ തേവർക്ക് തൃപ്പയാർ കിഴക്കേ നടയിൽ രാജകീയ വരവേൽപ്പ് നൽകി. അരുതാത്ത ലഹരികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കീഴ്പള്ളിക്കര ജനകീയ സമിതി സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിച്ച ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകൻ TK വാസുദേവൻ അന്തരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.